ഹായ്, ഗ്ലാമർ മീഡിയയിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മുൻപ് കണ്ടിട്ടുള്ളവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ടിപ്സ് ഒന്നുമല്ല പറയാൻ പോകുന്നത്. എനിക്കുണ്ടായ ഒരു ചെറിയൊരു പണി, എനിക്ക് കിട്ടിയ ചെറിയൊരു പണിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ വർക്ക് റിലേറ്റഡ് ആണ്. നമുക്ക് വർക്ക് വരുമ്പോൾ ഞാനത് മുൻകൂട്ടി എഴുതി വെച്ച് സെറ്റാക്കാണ് ചെയ്യാറുള്ളത്. മിക്കപ്പോഴും വിളിച്ചിട്ട് വരുന്ന വർക്കുകളാണ്. ഇപ്പോൾ ടാറ്റു ആണെങ്കിലും മേക്കപ്പ് വർക്കുകളാണെങ്കിലും നമുക്ക് വിളിച്ച് ബുക്ക് ചെയ്യാണ് ചെയ്യാറുള്ളത്. അങ്ങനെ വന്നൊരു വർക്ക്, അത് മുൻപ് കഴിഞ്ഞു പോയൊരു വർക്കിന്റെ കണക്റ്റഡ് ആയ ഒരു വർക്കാണ്. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, എനിക്ക് അത്രയും അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ആ വർക്കിന്റെ അഡ്വാൻസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വർക്ക് ഏറ്റെടുത്തു, ഓക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചതായിരുന്നു. ഇപ്പോൾ രാവിലെ തുടങ്ങിയൊരു 10 രാവിലെ എന്ന് പറഞ്ഞൊരു 5 മണിക്കൊക്കെ തുടങ്ങിയൊരു 9-9:30 വരെ എന്തായാലും ഒരാളുടെ വർക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു 3 പേർക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ഹെവി ആയത് കാരണം അത് കഴിഞ്ഞ് എനിക്ക് വർക്ക് കഴിഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ആ ദിവസം വേറെ വർക്കുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വരുന്ന വർക്കുകൾ 1-2 ഞാൻ ക്യാൻസൽ ചെയ്തു. ഇവർ ഉറപ്പായിട്ടും വരും എന്നുള്ള ഉറപ്പുകൊണ്ട് മാത്രം ഞാൻ ബാക്കിയുള്ള വർക്കുകൾ ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഡ്വാൻസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വളരെ വേണ്ടപ്പെട്ട ആളാണ്, അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ അവരുടെ വർക്കിന്റെ അഡ്വാൻസ് വാങ്ങാത്തത് കൊണ്ട് ബാക്കിയുള്ള വർക്കുകൾ അവർ വരും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള വർക്ക് ക്യാൻസൽ ചെയ്തു. ഇന്ന് രാവിലെ ബാക്കിയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം. അന്നേ ദിവസം വന്ന വർക്ക് ഞാൻ ക്യാൻസൽ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. ഞാൻ അവർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ വോയിസ് ആയിട്ടാണ് മറുപടി അയച്ചത്. എനിക്ക് വർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അന്ന് എനിക്ക് ഓൾറെഡി ഒരു വർക്ക് ഉണ്ട്, പിന്നെ എനിക്കൊരു ഫംഗ്ഷനും പോകണം, അതുകൊണ്ട് എനിക്ക് പോകാൻ നിന്റെ വർക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തത് വോയിസിലാണ്. എനിക്കത് ഇതിൽ കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റോ. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ബുക്ക് ചെയ്ത വർക്കിന്റെ ആളെനിക്ക് മെസ്സേജ് അയച്ചു, വർക്ക് വരുന്നില്ല, ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല വർക്ക് ക്യാൻസൽ ചെയ്യാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയണത്, ഇവര് വീട്ടിൽ ചോദിക്കാണ്ടാണോ വർക്ക് ഏൽപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്തിരുന്നാൽ കൂടി ഒരാളുടെ സമയം മെനക്കെടുത്തിട്ട്, ഇപ്പൊ ഞാനാണെങ്കിൽ കൂടി ഒരാളുടെ സമയം മെനക്കെടുത്തിട്ട് അവർക്കത് അവരെ ഏൽപ്പിക്കും, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും എന്ന് വിചാരിച്ചിട്ട് അവരെ മെനക്കെടുത്തി ആ ഒരു ഡേറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തിയതിന് ശേഷം നിസ്സാരമായിട്ട് അവരുടെ അടുത്ത് വിളിച്ച് പറയുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന നഷ്ടവും അവരുടെ ആ ഒരു അതുവരെ വന്ന അന്ന് ദിവസം വേറെ എടുക്കേണ്ട വർക്കുകൾ ക്യാൻസൽ ചെയ്യുമ്പോൾ വരണ ബുദ്ധിമുട്ട് അതെന്താന്ന് ഇപ്പം ആ നോ പറഞ്ഞ ആൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ ഞാൻ ആ നോ പറഞ്ഞ ആളുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. വർക്ക് ക്യാൻസൽ ആയി എന്ന് പറയുന്ന ആ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ എത്തി കാണിച്ചു തരാം. ഞാൻ പറയുന്നത്, ഒന്നാമത് നമ്മളൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ വീട്ടിൽ സമ്മതിക്കുമോ അല്ലെങ്കിൽ വീട്ടിലെ അനുവാദം ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഏൽപ്പിക്കുന്ന ആൾക്ക് വരുന്ന ബുദ്ധിമുട്ടൊന്നും ഇവർക്ക് അറിയണ്ടില്ല. അത് ഓക്കെ ക്യാൻസൽ ആവുകയാണ് എന്നാൽ അത് അറ്റ്ലീസ്റ്റ് 2 ദിവസം മുമ്പെങ്കിലും അവരെ വിളിച്ച് പറയാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനുള്ള മര്യാദ പോലും കാണിക്കാത്ത കസ്റ്റമേഴ്സാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല. ഇതിപ്പം എനിക്ക് റിപ്ലൈ കിട്ടിയത്, ഞാൻ ഇന്നലെ വിളിച്ചു, ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചു, അതിനുശേഷമാണ് എനിക്ക് ഇന്ന് രാവിലെയാണ് ആള് റിപ്ലൈ തരുന്നത്, ഞാൻ വർക്ക് ക്യാൻസൽ ചെയ്യാണ്, ഹസ്ബൻഡ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ എന്റെ അവസ്ഥ എന്തായെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആ സെയിം ഡേറ്റിന് എനിക്ക് നല്ലൊരു വർക്ക് വേറെ വന്നാണ് ഞാൻ അത് ക്യാൻസൽ ചെയ്തു ഇവർക്ക് വേണ്ടിയിട്ട്. വേണമെങ്കിൽ എനിക്ക് കൺസിസ്റ്റഡ് ആയിട്ട് വേണമെങ്കിൽ ആ വർക്കും കൂടി ചെയ്യായിരുന്നു, ഇവരെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റേ വർക്കും കൂടി ഏറ്റെടുക്കായിരുന്നു. അപ്പൊ ഞാൻ ഇവർക്കൊരു ബുദ്ധിമുട്ട് വരരുതെന്ന് വിചാരിച്ചിട്ട്, ഞാൻ 2 കൂട്ടർക്കും ബുദ്ധിമുട്ട് വരരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മെയിനായിട്ട് ഫസ്റ്റ് പറഞ്ഞ ആളുടെ വർക്ക് എടുത്തിട്ട് മറ്റേ വർക്ക് ഞാൻ ക്യാൻസൽ ചെയ്തത്. ഇപ്പോൾ എന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഉത്തരത്തിലുള്ളത് കിട്ടിയില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു. നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. ഞാനാണെങ്കിൽ അഡ്വാൻസ് വാങ്ങിയില്ല. ഇപ്പൊ ഞാൻ കുത്തിരിക്കാറായി. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് കാണുന്നവര് എന്റെ ഫീൽഡിലുള്ളവരാണെങ്കിലും, ഞാൻ മാത്രമേ ഇതുപോലെ ചിലപ്പോൾ അഡ്വാൻസ് ഒക്കെ മേടിക്കാണ്ടിരിക്കുന്നുള്ളൂ, ഇനി എന്താ ആയിക്കോട്ടെ, വർക്ക് ഏൽപ്പിക്കുമ്പോൾ അപ്പം തന്നെ കൈയോട് കൂടി തന്നെ അഡ്വാൻസ് മേടിക്കുക. ഇല്ലെങ്കിൽ ഞാനിരുന്ന പോലെ കുത്തിരിക്കേണ്ടി വരും. ഇപ്പം ഞാനായിട്ട് ഒഴിവാക്കിയ വർക്കും പോയി, അവരായിട്ട് ഒഴിവാക്കിയ വർക്കും പോയി. സൺഡേ വന്ന 2 മെയിൻ വർക്കുകളും ക്യാൻസലായി. കുറച്ചെങ്കിലും എന്താ പറയാ, ബോധവും വിവരവും കോമൺ സെൻസും മര്യാദയ്ക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ, ഇപ്പം വേറെ എന്ത് ഫീൽഡ് ആയിക്കോട്ടെ, ഇപ്പൊ കല്യാണത്തിന് കസാര പന്തൽ അങ്ങനെ ഓഡിറ്റോറിയം ഒക്കെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്യും. ഞാൻ അവരുടെ ഒരു വിശ്വാസം കൊണ്ട് ഞാൻ അവരോടുള്ളൊരു വിശ്വാസം കൊണ്ട് ഞാൻ അഡ്വാൻസ് വാങ്ങിയില്ല. അത് കാരണം കൊണ്ട് അവരെ വീട്ടിൽ സമ്മതിച്ചിട്ടാണോ അതൊന്നും എനിക്കറിയണമല്ലോ, അതൊന്നും എന്നെ ബോധേടിയേണ്ട ആവശ്യമില്ല. ആ സംഭവങ്ങളൊന്നും അവരാണ് ഇത് ചിന്തിക്കേണ്ടത്. അവർ വീട്ടിൽ അനുവാദം മേടിച്ചിട്ട് വേണം ചെയ്യണം എന്നുള്ളത്.
ഇതിപ്പം ഏൽപ്പിച്ചതിന് ശേഷം വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ന്യായമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുത്തിരിക്കാറായിട്ടുണ്ട്. ഞാൻ ആരും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ പേഴ്സണലായിട്ട് എന്താ പറയാ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്. എനിക്കുണ്ടായ അനുഭവം ഞാൻ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അവരവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് വർക്ക് ഏറ്റെടുക്കുന്നതൊക്കെ. അപ്പം കുറച്ച് മറ്റുള്ളവർക്കും കൂടി പരിഗണന കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിരിക്കുന്ന പോലെ ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. സോറി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ നല്ല രീതിക്ക് പോകുന്നുണ്ട്, വ്യൂവേഴ്സ് ഒക്കെ കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടിപ്പുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരും. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ആർക്കും ഇളകാനും നിൽക്കണ്ട. ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞെന്നുള്ളൂ. ഇപ്പം 2 വർക്കും ഞാൻ കാരണം വർക്ക് ഒഴിവാക്കിയിട്ട് ആ കുട്ടിയോട് ഞാനിപ്പോൾ ഈ അവസരത്തിൽ സോറി പറയാണ്. ആ കുട്ടി എന്നെ പ്രതീക്ഷിച്ചിട്ടാണ് വിളിച്ചു ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ വർക്കുള്ള കാരണം കൊണ്ട് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതിന് സോറി. എന്നെ വേണ്ടാന്ന് വെച്ചാൽ ആ ടീമിനോടും ഞാൻ നന്ദി പറയുന്നു. കാരണം നമ്മൾ എവിടെ ആത്മാർത്ഥത കാണിക്കണോ അവിടെ നമുക്ക് പണി കിട്ടും തന്നെ പഠിപ്പിക്കുകയാണ്. പിന്നെ ഓരോ ലെസൺസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി താങ്ക്സ്. ഇനിയും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ടാറ്റാ.